ക്രിയേറ്റീവ് ഫണ്ണി സ്പേസ് എന്ന കുഞ്ഞു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് നഖങ്ങൾ ഉണ്ടാക്കാൻ പോവാട്ടോ. ശരിക്കും നമ്മൾ വാങ്ങുന്ന അതേ പെർഫെക്ഷനോട് കൂടിയാണ് നമ്മൾ ഇന്ന് നഖം ഉണ്ടാക്കാൻ പോകുന്നത്. ഫേക്ക് നെയിൽസ് 0 കോസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കുപ്പി മതി നമുക്ക് അടിപൊളിയായിട്ട് ഫേക്ക് നെയിൽസ് ഉണ്ടാക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. എന്നിട്ട് നമ്മൾ പ്ലെയിൻ ഭാഗം ഉണ്ടാവുമല്ലോ, ആ കുപ്പിയുടെ പ്ലെയിൻ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. മിഥുനക്കുട്ടിക്കും വേലുക്കുട്ടൻ്റെ ചേച്ചിക്കും വലിയൊരു ഹായ്. സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മൾ റോൾ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ടേപ്പ് വെച്ചിട്ട് അതിന് ചുറ്റും ഒന്ന് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കുക. വെള്ളത്തിന് ചൂടാറിയതിന് ശേഷം അതൊന്ന് നമ്മൾ കോരിയെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ചുറ്റും റോൾ ചെയ്തെടുത്ത സെല്ലോ ടേപ്പ് നമ്മൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിമൂവ് ചെയ്യാം. ശിവനെക്കുട്ടി ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്ടിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കും അതുപോലെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാം. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഏത് ഐറ്റംസ് ആണെങ്കിലും ഞാനിവിടെ പബ്ലിഷ് ചെയ്യാം കേട്ടോ. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഫേസ്ബുക്ക് പേജിൽ പോകാം. അതിലൊന്ന് നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചൂടുവെള്ളത്തിലിട്ടത് കൊണ്ട് അതേ ഷേപ്പിൽ തന്നെ അത് ഇരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം, ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ നഖത്തിൻ്റെ ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്തു. 2 സൈഡും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നഖങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാ വീഡിയോസും മിസ്സാവാണ്ട് കാണാൻ പറ്റുമല്ലോ കേട്ടോ. ഏതെങ്കിലും വീഡിയോസ് മിസ്സായി പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാ നഖങ്ങളും നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷ് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. കയ്യിൽ ഒട്ടിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയതിനു ശേഷം ഒട്ടിക്കാം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം ഒട്ടിക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ വിരലിൽ ഏതെങ്കിലും കളറുകൾ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫെവിക്കോൾ എടുക്കുക. ഫെവിക്കോൾ എടുത്തിട്ട് എല്ലാ നഖത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ പശ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ നാളുകൾ നല്ല അടിപൊളിയായിട്ട് അതേപോലെ തന്നെ ഒട്ടിയിരിക്കും കേട്ടോ. അതിന് ശേഷം എല്ലാ നഖങ്ങളും നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഒട്ടിയിരിക്കും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നിടത്ത് ലൈറ്റ് ഇത്തിരി കുറവാണ്, അതുകൊണ്ട് അത്ര ഭംഗിയിലൊന്നും കാണുന്നില്ല. ഞാൻ അതുകൊണ്ട് പുറത്ത് പോയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. നഖത്തിന് കുറച്ച് ലെങ്ത്ത് കൂടി പോയെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ചെറുതായിട്ട് കിട്ടിയെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടായേനെ. ഇങ്ങനെയുള്ള കുഞ്ഞു ഐഡിയാസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.